എൻ്റെ പേര് റോസ ജോൺ. ഞാൻ പാലാരിവട്ടം സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക അതാണ്. ഞാൻ 2022 നവംബർ 18 ഉടമ്പടി എടുത്തത്. എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് യൂറിൻ ബ്ലാഡർ ഇറങ്ങുന്ന ഒരു അസുഖമായിരുന്നു 16 വർഷങ്ങൾക്ക് മുമ്പ്. അതിന് മരുന്നുകളൊന്നുമില്ല, എക്സസൈസ്, യോഗ എന്നിവ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ ചെയ്തു, അതങ്ങ് മാറുകയും ചെയ്തു. പിന്നീട് എനിക്കൊരു 4.5 വർഷത്തിന് മുമ്പ് പിന്നെയും ഇത് തന്നെ അസുഖം തുടങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ ഡോക്ടറെ കാണിച്ചു, 5 ഡോക്ടർമാരെ കാണിച്ചു ആ ഒരു വർഷത്തിൽ തന്നെ. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു യൂറിൻ ബ്ലാഡർ എടുത്ത് ഉള്ളിലേക്ക് ഇടണമെങ്കിൽ യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. യൂട്രസിനാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ പല ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞതുകൊണ്ട് യൂട്രസിന് കംപ്ലൈൻറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നീടും അതങ്ങനെ ഒത്തിരി നാൾ വെച്ചുകൊണ്ട് നടന്നു. പിന്നീട് എനിക്ക് ഒട്ടും പറ്റാതെ ഇപ്പോൾ യൂട്രസ് എടുത്ത് കളയേണ്ടതായി വന്നു. യൂട്രസ് കളഞ്ഞ ശേഷം എനിക്ക് കോൺസെൻട്രേഷൻ്റെ അസുഖമായി, മലബന്ധത്തിൻ്റെ അസുഖം വന്നുകൊണ്ട് പിന്നെ യാതൊന്നും കഴിക്കുവാനോ എനിക്ക് നടക്കുവാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കുറേ നാൾ ഞാൻ അനുഭവിച്ചു. അതിനിപ്പോഴൊക്കെ ഞാൻ ഈ അച്ഛൻ്റെ ടോക്കും ആരാധനയൊക്കെ കൂടിയിരുന്നു. എന്നാൽ ഞാൻ അങ്ങനെ അതിൽ പറഞ്ഞിരുന്നത് അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് വരാം, ഞാൻ നേർച്ചയിടാമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഭയങ്കര വേദന വരികയും മരിക്കുമെന്നുള്ള അരിയത്തെത്തുകയും ചെയ്തു. അപ്പം ഞാൻ അമ്മയോട് എന്നും ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം അമ്മേ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കമ്മേ, എനിക്ക് അത്ര സഹിക്കാൻ പറ്റുന്നില്ലമ്മേ, ഒരു ആഹാരവും ശരിക്കും കഴിക്കാനും വയ്യ, കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കൽ പെട്ടെന്ന് ഈ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്നൊന്ന് എന്തോ ഒരു സുഖം പോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ ധ്യാനം കൂടാ എന്ന് വിചാരിച്ചു. യൂട്യൂബ് തുറക്കലും അച്ഛൻ അതിൽ പറയുന്നു മലബന്ധമുള്ള ആൾക്കാരും യൂറിൻ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരും വയറെ കൈവച്ച് പ്രാർത്ഥിക്കുക, ഇല്ലാത്തവർ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. ഞാൻ കേട്ടപ്പോൾ ആകെ സ്തംഭിച്ചു പോയി. കാരണം ഞാൻ ഒരിക്കലും അതങ്ങനെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട്, മാതാവ് എൻ്റെ കൂടെ മാതാവ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാനങ്ങനെ വയറെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു. പക്ഷേ എനിക്ക് ഒത്തിരി മരുന്നുകളൊക്കെ അതിന് മുന്നേ തന്നിരുന്നു ഡോക്ടർ, അതെല്ലാം ഞാൻ കഴിച്ചിരുന്നു. എങ്കിലും എനിക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ശേഷം ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ ടോയ്ലറ്റ് പോകാൻ സാധിച്ചു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. 3 വർഷമായിട്ട് ഞാൻ നന്നായിട്ട് തന്നെ എൻ്റെ ദിനകൃത്യങ്ങളൊക്കെ എനിക്ക് കംപ്ലീറ്റ് നടക്കുന്നു. എനിക്ക് ആഹാരം എന്ത് വേണമെങ്കിലും കഴിക്കാം. മറ്റേത് ഒരു സാധനം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് വിഷമമായിരുന്നു. ഒരു ഏത്തപ്പഴത്തിൻ്റെ പകുതി കഴിച്ചാൽ അന്ന് എൻ്റെ ജീവിതം പോയത് തന്നെ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ അമ്മേനോട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇന്നേ വരെ എനിക്ക് പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ അതിനുശേഷം വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതെന്നെ മാതാവ് നന്നായിട്ട് സഹായിച്ചു. അതിന് ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും 1000 പൂമലരുകൾ ഞാൻ അങ്ങയുടെ കാൽക്കീഴിൽ സമർപ്പിക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ എനിക്ക് കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് അയാൾ പറഞ്ഞത് പിന്നീട് മുഴ അത് ഇതിൻ്റെ തൈറോയിഡിൻ്റെ അതായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ സൈഡ് എൻ്റെ എപ്പോഴും ഇങ്ങനെ വീർത്ത് വരുമായിരുന്നു കഴുത്തിൻ്റെ, അത് കംപ്ലീറ്റ് ചുളുങ്ങുകയും ചെയ്യുമായിരുന്നു. കഴുത്തും മുഖമൊക്കെ കംപ്ലീറ്റ് ചുളുങ്ങിയിരുന്നിരുന്നത്. അതിന് ഡോക്ടറെ കാണിച്ച് മരുന്നെന്നെങ്കിലും എനിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. ഞാൻ അതിന് ശേഷം അമ്മയുടെ അടുത്തുനിന്ന് ഈ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ആ തൈലം മാത്രമേ പുരട്ടിയിട്ടുള്ളൂ. 5 പൈസ പോലും ഞാൻ മരുന്നിനായിട്ട് ഉപയോഗിച്ചിട്ടേ ഇല്ല. എൻ്റെ ആ തൈലത്തിൽ തന്നെ എൻ്റെ അമ്മ ഒരു 15 ദിവസം കൊണ്ട് തന്നെ മുഖത്തെ ചുളിവും കഴുത്തിൻ്റെ ചുളിവും കൂടാതെ എൻ്റെ തൈറോയിഡിൻ്റെ ആ വിഷമമൊക്കെ മാറ്റിത്തന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളെ ദൈവം സഹായിച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറയുകയും ചെയ്തു. അത് അമ്മയുടെ സഹായം മാത്രമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച ഈ മാതാവിനെ തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒത്തിരി ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. എനിക്ക് പലരോടും ഇങ്ങനെ പെട്ടെന്ന് യോജിച്ച് പോകാൻ പറ്റാത്തൊരു വിധമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഞാനിപ്പോൾ ഒത്തിരി ആരെന്ത് പറഞ്ഞാലും ആ ഭാഗത്തേക്ക് ഞാൻ തിരിയാറില്ല. വളരെ ചുരുക്കം മാത്രമേ അങ്ങനെ അവരോട് കയറി സംസാരിക്കാറുള്ളൂ. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ മെഡിസിനൊക്കെ ആർക്കെങ്കിലും ആവശ്യമില്ലാത്ത മെഡിസിൻ എൻ്റെ കയ്യിലുള്ള മെഡിസിൻ ആണെങ്കിലും ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇന്ന് വരെ 2 നേരം
ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചിട്ടില്ല. ഒരു നേരം മാത്രമേ കഴിക്കുകയുള്ളൂ. ആ ഒരു നേരത്തെ മരുന്ന് ഇപ്പോഴും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ പള്ളികളിലോ ആർക്കെങ്കിലും ഉപയോഗിക്കുന്ന വിധത്തിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അതെല്ലാവരും സ്വീകരിക്കും. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ഓൾഡ് ഹോമിൽ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചിക്ക് ഷുഗറിൻ്റെ മരുന്നില്ലാതെ അവർ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ അവർ മാതാവിൻ്റെ കൃപാസനമ്മയുടെ ഭയങ്കര വിശ്വസ്തയാണ്. പുള്ളി അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് 2 ദിവസത്തേക്കുള്ള മരുന്നെങ്കിലും എങ്ങനെയെങ്കിലും കിട്ടണേന്ന്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഈ മരുന്നിന് വേണ്ടി ഇവിടുത്തെ ഒരു അമ്മച്ചി വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അതിന് അവർ സ്ക്രിപ്റ്റൊക്കെ വാങ്ങി നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ കൊണ്ടു ചെന്ന മരുന്ന് തന്നെയായിരുന്നു അത്. അപ്പോൾ 2 ദിവസത്തേക്കുള്ള മരുന്നാണ് അവർ വിചാരിച്ചെങ്കിലും ഞാൻ 2 മാസത്തേക്കുള്ള മരുന്ന് എനിക്ക് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആദ്യമേ തന്നെ എനിക്കൊരു മടി കൂടാതെ തന്നെ ഞാൻ എല്ലാം പത്രങ്ങളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. രോഗികളെ സന്ദർശിക്കും. പത്രങ്ങൾ കൊടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലവരോട് ഇങ്ങനെ ഞാൻ തൈലം പൂശി അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയും, വിശ്വാസ പ്രമാണം ചെല്ലാൻ ഞങ്ങൾ മറന്നുപോയി, കോവിഡിൻ്റെ ടൈമൊക്കെ ആയിക്കൊണ്ട് പിന്നെ അങ്ങനെ ഇവിടെ കൊണ്ട് വരാറില്ലായിരുന്നു, അതുകൊണ്ടിട്ടും മറന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കും. രാത്രി ആയാലും ഞാനത് എഴുതി കൊടുത്തിട്ടേ പോരുള്ളൂ. പലർക്കും സ്വർഗസ്നായി ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കും. വയറിൻ്റെ അസുഖങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും വലിയൊരു വിശ്വാസമായി. പിന്നെ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു മോൻ 10 വയസ്സുണ്ട്. ആ മോനെ വെളുപ്പാൻ കാലത്ത് അതിന് പനിയായിട്ട് കൊണ്ടുവന്നതാണ്. അത് കണ്ണും തുറക്കില്ല, പനി കുറഞ്ഞു പക്ഷേ കണ്ണ് തുറക്കില്ലായിരുന്നു. ഞാനിവിടെ നിന്ന് കൊണ്ടുപോയി തൈലം ആ കുഞ്ഞിൻ്റെ കൺപോളകളിലും കാലിലും പുരട്ടി നെറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണേ മുമ്പേ ആ കുഞ്ഞ് കണ്ണ് തുറന്നു, അമ്മേനെ കണ്ണ് തുറന്നു അവരുടെ അമ്മ ഒച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ തിരിച്ച് ഞാൻ ചെന്നില്ല, ഡോക്ടർ വരുന്ന റൗണ്ട്സിന് വരുന്ന സമയമായതുകൊണ്ടിട്ട്. പിന്നെ ഞാൻ പലർക്കും കാശുരൂപങ്ങളും ഒത്തിരി സഹായങ്ങൾ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്, ചോറ് പൊതി ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളും കൊടുക്കാറുണ്ട്. ഞാൻ ഉപവാസം എടുക്കാറുണ്ട് ചൊവ്വാഴ്ച. പിന്നെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കൂടുന്നത് എല്ലാ ചൊവ്വാഴ്ചയും. അന്നത്തെ ദിവസം ഞാൻ രൂപങ്ങൾ തുടച്ച് മേശ തുടച്ച് ആ മുറിയും നല്ല വൃത്തിയാക്കി മേശയുടെ പുറത്ത് ഒരു വെളുത്ത കർച്ചീഫ് വിരിച്ച് അതിൽ പത്രിക വെച്ച ശേഷം ഇവിടെ എങ്ങനെ വരുന്നു അതേപോലെ തന്നെ ഞാൻ ഉടമ്പടി ഇന്നുവരെയും കൂടിയിട്ടുള്ളൂ, ധ്യാനാച്ചൻ്റെ കൂടിയിട്ടുള്ളൂ. അതിലൊക്കെ എനിക്ക് ഒത്തിരി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. മാതാവിനെ ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഈ വയറിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരു ദിവസം ഞാൻ മരിച്ചു പോകുന്നുള്ള ഗതി വന്നപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അകത്ത് നന്നായിട്ട് മഴവില്ല് വിരിഞ്ഞ് നിൽക്കുന്നു ഞാൻ കണ്ടു. പക്ഷേ അതെനിക്ക് അപ്പം തന്നെ ക്യാമറയിൽ പിടിക്കാനുള്ള ഒരു ശക്തി എനിക്കെന്താ അത് പറയാൻ പറ്റിയില്ലായിരുന്നു. ക്യാമറ ഞാൻ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അധികം. ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് പുതിയൊരു ഫോൺ കിട്ടിയപ്പോൾ അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അങ്ങനെ എനിക്ക് ഒത്തിരി സഹായങ്ങളൊക്കെ മാതാവ് ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു തന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ജെറമിയ 17:14 കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. റോസ ജോൺ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 2 രോഗസൗഖ്യങ്ങളെ, അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടും നന്ദിയോടും സമർപ്പിക്കുകയാണ്. സഹോദരി ആദ്യത്തെ സാക്ഷ്യം പങ്കുവെച്ചത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള അനുഭവമാണ്. അമ്മയെക്കുറിച്ച് അറിയാം, അമ്മയുടെ തിരുനടയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രാർത്ഥനകളൊക്കെ കൂടി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഏറെ വർഷങ്ങളായുള്ള യൂറിനറി ബ്ലാഡർ ഇറങ്ങി പോകുന്നതും അതോടൊപ്പം തന്നെ അത് ശരിയായി വരുന്നതിന് വേണ്ടി യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന രീതിയിൽ ഡോക്ടർമാർ നിരന്തരം പറയുകയും ഒടുവിലത് ഗുരുതരമായ ഒരു രോഗവിഷയമായി മാറിയപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്തതും, എന്നാൽ പിന്നീടത് കോൺസ്റ്റിപ്പേഷനിലേക്ക് വിഷയം മാറുന്നു. ആകെ ജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുന്നു. മരണവെപ്രാളത്തോടുകൂടി ജീവിതം മുന്നോട്ട് പോകേണ്ട അവസ്ഥ എത്തിച്ചേരുന്നു. അതാണ് സഹോദരി പ്രാർത്ഥിക്കുന്ന വിഷയമെന്ന് നമ്മളോട് സൂചിപ്പിച്ചു. ഇത് ഈ കോൺസ്റ്റിപ്പേഷൻ വന്നതിലൂടെ, മലബന്ധം വന്നതിലൂടെ ആകെ ജീവിതം വല്ലാത്ത രീതിയിൽ വേദനയും ദുസ്സഹമായ അവസ്ഥകളും അതോടൊപ്പം മരണവെപ്രാളവും ഒക്കെ വന്ന നിമിഷങ്ങളിലാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് മനസ്സുകൊണ്ട് അമ്മയോട് വാക്ക് കൊടുക്കുകയും അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെയാണ് ജോസഫ് അച്ഛൻ്റെ ഒഫീഷ്യൽ ചാനലെടുത്ത്
ഒന്ന് പ്രാർത്ഥന എന്തെങ്കിലും കൂടാമെന്ന് കരുതി തുറക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സൗഖ്യാരാധന പ്രാർത്ഥന നടക്കുന്ന സമയത്താണ് ചേച്ചി അത് ഓപ്പൺ ചെയ്ത് വരുന്നത്. സഹോദരി പറയുന്നുണ്ട്, നേരെ ഞാൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ കേൾക്കുന്നത് അച്ഛൻ പറയുന്ന 2 സൗഖ്യത്തിൻ്റെ വചനങ്ങളാണ്. അത് മലബന്ധമുള്ളവർ, യൂറിനറി പ്രശ്നങ്ങളിൽ ഇപ്പോൾ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ, അവർ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇല്ലാത്തവർ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ ആ സൗഖ്യ പ്രാർത്ഥന ആ നിമിഷങ്ങളിൽ ചെയ്യുന്നു. ആ നിമിഷം മുതൽ ചേച്ചിക്ക് ഉള്ളിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു. പിന്നീട് സാധാരണ പോലെ മോഷൻ പോയി തുടങ്ങി, ശരീരത്തിൻ്റെ രോഗാവസ്ഥ മുഴുവൻ മാറി തുടങ്ങി. നാളെ ഇന്ന് വരെയും പിന്നീട് ആ രോഗദുരിതം ഒന്നും ഒരിക്കൽ പോലും ആവർത്തിക്കുകയോ വരികയോ ഇല്ലാത്ത വിധം ചേച്ചിയെ പൂർണ്ണമായും സൗഖ്യപ്പെടുത്തിയെന്ന. രണ്ടാമത്തേത് ഇതുപോലെ തന്നെ ചേച്ചി പറഞ്ഞു, തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മുഴയും അതോടൊപ്പം ഒരു സിസ്റ്റം, ഒപ്പം അവിടെ വന്നിരുന്ന ചുളിവുകളും എല്ലാമായിട്ട് പല മരുന്നുകൾ ഡോക്ടർമാർ നൽകിയെങ്കിലും ഒരു പ്രയോജനവുമില്ലാതെ അത് അതേപോലെ തുടർന്നപ്പോൾ തീർത്ഥാടക ഉടമ്പടിയിലെ ഉടമ്പടി തൈലം അവിടെ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ 15 ദിവസം കൊണ്ട് ആ പൂർണ്ണമായും ആ രോഗാവസ്ഥകൾ മാറി, സിസ്റ്റ് മുഴ മാറി പൂർണ്ണ ആരോഗ്യം ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് കൃപാസനം പത്രത്തിൻ്റെ ആദ്യ പ്രതി മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം. ഉടമ്പടിയിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വസ്തരാകുവാൻ, ദൈവത്തിൻ്റെ സ്നേഹിതരാകുവാൻ, ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം തയ്യാറാവുന്നു എന്ന് തന്നെയാണ്. ദൈവഹിതപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറുള്ളവർക്ക് ദൈവം അനുവദിച്ചു നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ അപ്പോൾ നൽകുന്നതിന് കൂടെ നിന്ന് ദൈവം നമ്മളോടൊപ്പം പ്രവർത്തിക്കുമെന്ന് സഹോദരിയുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അമ്മ മാതാവിൻ്റെ അരികിലേക്ക്, ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഹൃദയപൂർവ്വം വാക്കുകൊടുക്കുമ്പോൾ ആ രോഗാവസ്ഥകൾക്ക് ലഭിക്കുന്ന സൗഖ്യം, മരുന്ന് കഴിച്ച് മാറാത്തത്, പലരെ കണ്ട് മാറാത്തത്, അത് അമ്മയുടെ ഉടമ്പടി തൈലം പൂശി അമ്മ മാതാവിന് മുഴുവനായി ഉടമപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ പെട്ടെന്ന് പൂർണ്ണമായ രോഗസൗഖ്യം നൽകി അമ്മ മാതാവ് സഹായിച്ചതുമാണ് നാം കേൾക്കുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെന്ന് നമുക്കറിയാം. അത് സമയഘടികാരം ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തെക്കുറിച്ച് വളരെയധികം ബോധ്യമുണ്ട്. അമ്മ മാതാവിൻ്റെ അരികിൽ നമ്മൾ സമയസംബന്ധമായി ഏത് വിഷയങ്ങൾ സമർപ്പിക്കുമ്പോഴും അത് സമയ ചുരുക്കത്തിൽ അനുവദിച്ച് തന്നുകൊണ്ട്, സമയത്തിന് മേൽ എനിക്കൊരധികാരമുണ്ട്, ഞാൻ എൻ്റെ പുത്രൻ്റെ സമയം നേരത്തെയാക്കി അവൻ്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചവളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അലച്ചിലുകളെ, രോഗങ്ങളെ, ക്ലേശങ്ങളെ പൂർണ്ണമായി മാറ്റി എൻ്റെ പുത്രൻ്റെ മക്കളായി ജീവിക്കുവാൻ, അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതങ്ങളെ സുരക്ഷിതമാക്കുമെന്ന് അമ്മ നമ്മളോട് പറയുന്ന വഴിയാണ് നമുക്ക് ലഭിക്കുന്ന രോഗസൗഖ്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ നാം ഓരോരുത്തരും ഉടമ്പടിയിൽ ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിലൂടെയും ഉത്തരവാദിത്തപ്പെട്ടവരായി മാറുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി എൽത്താരയിൽ പറയുന്നത്. സഹോദരി പ്രത്യേകമായിട്ട് കാരുണ്യ പ്രവൃത്തികൾ എത്ര നന്നായി ചെയ്യുന്നുവെന്ന്, എത്ര എളിമയോടും സന്തോഷത്തോടും കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാകുന്നുവെന്ന് വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ഓർക്കണമേ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവസ്നേഹത്തോടു കൂടിയുമാണ് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിൽ അത് അർഹിക്കുന്ന കരങ്ങളിലേക്ക് നാം പോലും അറിയാതെ അമ്മ മാതാവ് എത്തിച്ചു കൊണ്ടിരിക്കും. 2 ദിവസത്തെ മരുന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയുടെ കരങ്ങളിലേക്ക് 2 മാസത്തെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് തന്നെ കൈമാറുവാൻ സഹോദരിക്ക് സാധിച്ചുവെന്നത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരുണ്യ പ്രവൃത്തിയിൽ ഒരാൾ ഒരിടത്തിരുന്ന് അമ്മ മാതാവിനെ വിളിച്ച് എൻ്റെ ജീവിതം എത്ര കണ്ട് ക്ലേശത്തിലാണ്, എനിക്ക് 2 ദിവസത്തെ മരുന്നെങ്കിലും അത് ലഭിച്ച് മുന്നോട്ട് പോയാൽ ഒരു വഴി നോക്കാമായിരുന്നുവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാളെ താൻ അത്ര നാളും കഴിച്ചിരുന്ന മരുന്നുകൾ നിർത്തിയത് കൊണ്ട്, വേണ്ടാത്തത് കൊണ്ട് അതേ മരുന്നുകൾ ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി മനസ്സ് പ്രചോദിപ്പിക്കുകയും കാലടികൾ ആ മകനുടെ അടുത്തേക്ക് തന്നെ എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓർക്കണമേ, കാരുണ്യ പ്രവൃത്തികൾ നമ്മളെ എപ്പോഴും ആരാണോ അർഹതപ്പെട്ട വ്യക്തികൾ ആ വ്യക്തികളിലേക്ക് അമ്മ നയിച്ചുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിനല്ല, മറിച്ച് അർഹതപ്പെട്ട കരങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് അറിഞ്ഞ്
ദൈവസ്നേഹത്തോടെ പങ്കുവയ്ക്കുവാൻ നമ്മൾ ശക്തരാകുമ്പോഴാണ് നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ ഉടമ്പടി പ്രകാരം ബലവത്താകുന്നത്. നമ്മളെ അതിന് അമ്മ മാതാവ് നിരന്തരം നയിക്കട്ടെ എന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ സമയച്ചുരുക്കത്തിൻ്റെ രോഗസൗഖ്യത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.